വ്യക്തതയാണ് കൊടുത്തത്. അതിനോടൊപ്പം തന്നെ റിവ്യൂ ഹർജിയും കൊടുക്കുകയുണ്ടായി. പക്ഷെ സുപ്രീം കോടതി അത് മാനിച്ചില്ല. സുപ്രീം കോടതി വാദം കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നത് തികച്ചും ദുരൂഹമായ ഒരു കാര്യമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യായമായും ഗവൺമെന്റ് ചെയ്തത് അനീതിപരമായ ഒരു കാര്യമല്ല. ഗവൺമെന്റ് വേറെ എങ്ങും അല്ല പോയത്, ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ തന്നെയാണ് പോയത്. അത് ഏതൊരു വ്യക്തിക്കും അല്ലെ ഗവൺമെന്റിനും ഇന്ന് ലഭിക്കുന്ന നിയമ പരിരക്ഷയുടെ അടിസ്ഥാനമാണ് വീണ്ടും റിവ്യൂ ഹർജി കൊടുക്കുക. അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തെറ്റൊന്നും ഗവൺമെന്റ് ചെയ്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കീഴ്ക്കോടതി വിധി ഉണ്ടായാൽ അല്ലെങ്കിൽ മേൽക്കോടതി വിധി ഉണ്ടായാൽ അതിനെതിരെ അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ റിവിഷൻ കൊടുക്കുകയോ ഏത് കോടതിയാണ് ആ സ്റ്റാറ്റസ് അനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. ഒരു കേസിന്റെ അന്തിമ ഘട്ടം റിവ്യൂ ഹർജിയുടെ കാര്യം റിവ്യൂ ഹർജി പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഈ വ്യക്തതാ ഹർജി ഇതിലെ 2 പോയിന്റുകളും അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുവാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ പോയിന്റ്, സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് TP സെൻകുമാറിനെ നിയമിച്ചിട്ടില്ല, UDF സർക്കാരിൻ്റെ നിയമനം ആ പദവിയിലായിരുന്നില്ല എന്ന വാദമായിരുന്നു. അപ്പോൾ തന്നെ ജസ്റ്റിസ് ലോക്കൂർ ചോദിച്ചത്, ഈ വാദം സിദ്ധാർത്ഥ് ലൂത്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചപ്പോൾ തന്നെ ജസ്റ്റിസ് ലോക്കൂർ ചോദിച്ചത്, താങ്കൾ ഈ കേസിൻ്റെ വാദം നടക്കുന്ന സമയത്ത് 2 ദിവസം ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ്. താങ്കൾ ഉണ്ടായിരുന്നില്ലല്ലോ, ഈ പോയിന്റ് ആ സമയത്ത് ഉന്നയിച്ചിരുന്നോ? ഈ കാര്യങ്ങളാണ് ചോദിച്ചത്. സർക്കാരിൻ്റെ അഭിഭാഷകന് മറുപടി ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ കോടതിയിലെ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം കോടതി ഇത് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഗവൺമെന്റ് കോടതിയെ സമീപിക്കുമ്പോൾ കോടതി അത് സംബന്ധിച്ച് ആ അഭിഭാഷകനെ കേൾക്കേണ്ടതല്ലേ? കേട്ടില്ല. കേവലം ആദ്യഘട്ടത്തിൽ തന്നെ പുതിയ നിങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് പറഞ്ഞത് ഡിസ്മിസ് ചെയ്യുകയല്ലേ ചെയ്തത്. അത് ന്യായമായ ഒരു കാര്യമല്ല. അപ്പം കോടതി മുൻകൂട്ടി തന്നെ എന്തോ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോടതി നിൽക്കുന്നു എന്നുള്ളൊരു ദുരൂഹത ഈ കേസിനകത്തുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളം ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന് ജിഷ കേസും പുറ്റിങ്ങൽ കേസും നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെങ്കിൽ ആ കേസിനകത്ത് വളരെ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷെ അക്കാര്യത്തിൽ ഒരു അവ്യക്തതയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. ആ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ യാതൊരു അവ്യക്തതയും സർക്കാരിന് ഉണ്ടായിട്ടില്ല. അക്കാര്യം വ്യക്തതാ ഹർജിയിൽ സർക്കാർ ഉന്നയിച്ചിട്ടുമില്ല. സർക്കാർ ഉന്നയിച്ചത് ഈ 2 പോയിന്റുകൾ മാത്രമാണ്. പോലീസ് ചീഫ് എന്ന പോലീസ് മേധാവി എന്ന വാക്കും അതോടൊപ്പം തന്നെ സെൻകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ അതേ ഉത്തരവ് പ്രകാരമാണല്ലോ ലോക്നാഥ് ബെഹ്റയെ പോലീസ് മേധാവിയായി നിയമിച്ചതും വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസിനെ നിയമിച്ചതും എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുള്ള വാദത്തെ സംബന്ധിച്ചാണ് ഉന്നയിച്ചത്. അത് കോടതി അംഗീകരിച്ചില്ല. പക്ഷേ ആ വാദഗതിയിൽ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഉന്നയിച്ചിട്ടില്ല, ശരിയാണ്. കാരണം ആ വാദഗതി തള്ളിക്കളഞ്ഞു. ജിഷ കേസിനകത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി. 2 പുറ്റിങ്ങൽ കേസിനകത്ത് ജില്ലാ കളക്ടർ കൊടുത്ത അനുമതി കൊടുക്കാഞ്ഞത് പോലീസ് കൊടുത്തു. അത് കേവലം CI ലെവലിലോ താഴത്തെ ലെവലിലോ കൊടുത്തതാണ് എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്, ദുരൂഹതയുണ്ട്. ആ ദുരൂഹത വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവപരമായി ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പക്ഷേ അതൊക്കെ അല്ല, ആ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി എടുത്ത് ദൂരെ കളഞ്ഞ കാര്യവുമാണ്. ശ്രീ രാജു എബ്രഹാം ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാം. ശ്രീ രഞ്ജിത്ത് മാരാർ, രാജു എബ്രഹാം ഉന്നയിച്ച വാദമുണ്ടല്ലോ, ഈ പോലീസ് ചീഫിന്റെ കാര്യം, അത് വേണ്ട രീതിയിൽ സർക്കാരിന്റെ അഭിഭാഷകന് ഉന്നയിക്കുവാനുള്ള അവസരം കോടതി ഇന്ന് കൊടുത്തില്ല, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. അതിന് കാരണം സിദ്ധാർത്ഥ് ലൂത്ര ഇന്ന് ഹാജരായപ്പോഴത്തേക്കും നേരത്തെ എന്തൊക്കെ വാദങ്ങൾ നടന്നു. സിദ്ധാർത്ഥ്, ഇറ്റ് വാസ് നോട്ട് ഹിയർ. മിസ്റ്റർ ലൂത്ര, യു ആർ നോട്ട് ഹിയർ. നിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന് വാദം ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു വാദം വന്നിട്ട് നിങ്ങൾ ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷനിൽ ചോദിക്കരുത്, റിവ്യൂ പെറ്റീഷൻ എന്തായാലും പെൻഡിങ് ഉണ്ടല്ലോ, അത് ഒന്ന് കൺസിഡർ ചെയ്യുമല്ലോ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അത് എല്ലാ കേസുകളിലും സംഭവിക്കുന്നതാണ്. പുതിയ വക്കീൽ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും വാദം ക്ലാരിഫിക്കേഷനിലോ റിവ്യൂലോ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാ കോടതികളും അത് ചോദിക്കുന്നതാണ്. അതായത് അതിലൊരു അവ്യക്തതയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണോ? അതിലൊരു അവ്യക്തതയുടെ ആവശ്യം ഇല്ല എന്ന് തന്നെയാണോ സുപ്രീം കോടതി പറയുന്നത് ഈ പരാമർശത്തിലൂടെ? ഒരു അവ്യക്തതയും അക്കാര്യത്തിൽ ഇല്ല.
ആ കാര്യത്തിൽ ഒരു അവ്യക്തത അതിലൊരു ക്ലാരിറ്റി ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് കോടതിയുടെ ഫീലായിരുന്നു അത് എക്സ്പ്രസ് ചെയ്തതാണ്. അപ്പോഴാണ് പഴയ ഈ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ? നിങ്ങൾക്കും അറിയാലോ ഏത് പോസ്റ്റിലേക്കാണ് ഇദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു നിലയ്ക്ക് തന്നെ ഏത് പോസ്റ്റിലേക്കാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടത്. 16/2016 ഓർഡർ നിങ്ങൾക്ക് ഏതാണ് അതായിരിക്കും കോടതി ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അല്ലാതെ കോടതിയിലേക്ക് നമ്മൾ ഓരോ പരാമർശത്തിനും കോടതിക്ക് ദുരൂഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോൺസ്പിറസി അത് നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പോൾ മഞ്ജുഷ് ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചു, മഞ്ജുഷ് മാലഫൈഡോട് കൂടിയാണ്, മഞ്ജുഷിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തുകൊണ്ടിട്ടാണ് ഇത്രയും എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് എപ്പോഴും എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ്സുകാരൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പലതും പറയാം, അതുകൊണ്ട് പറയുന്നതെന്ന് ചോദിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് ഇവരെന്താണ് ഈ ലെവലിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ 13 days ഇത് ആദ്യം തന്നെ ഇത് ചെയ്യാമായിരുന്നു, ഇത് ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പോൾ പുതിയൊരു പോലീസ് ചീഫ് വരികയാണ്. 36/2017 വരെ അദ്ദേഹത്തിന് ഇതുള്ളൂ, സർവീസസ് ഉള്ളൂ. നമുക്കിപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കി ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇഷ്യൂ ഇത്രയും ഇത് ചെയ്തിട്ട് കോടതിയിൽ നിന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡേയിൽ ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും കോടതിയിൽ അന്ന് വേണുവാണ് ഇത് ആങ്കർ ചെയ്തിരുന്നത്. വേണു എന്നോട് ചോദിച്ചതാണ് കോടതിയിൽ പോയത് കൊണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ലാഭം ഉണ്ടാവുമോ എന്നുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോയി കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തട്ട് കിട്ടാൻ അല്ലെങ്കിൽ അടി മേടിക്കാതിരിക്കാൻ നോക്കുകയാണ് വേണ്ടത്, അവർ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേ കാര്യം തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് വാദത്തിനെടുത്തപ്പോഴും സർക്കാരിന്റെ രണ്ടാമത്തെ വാദം ഇതായിരുന്നുവല്ലോ. ആ ഉത്തരവനുസരിച്ച് DGP സ്ഥാനത്തേക്ക് ഇദ്ദേഹം തിരിച്ചെത്തുമ്പോൾ, പോലീസ് മേധാവി പദവിയിലേക്ക് സെൻകുമാർ തിരിച്ചെത്തുമ്പോൾ ലോക്നാഥ് ബെഹ്റയുടെയും വിജിലൻസ് ഡയറക്ടറുടെയും കാര്യം എന്താകുമെന്ന് അതിനും പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞു, അതിന് നിങ്ങളുടെ ലീഗൽ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരക്കാര്യം നോക്കിക്കോളും, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരവ്യക്തതയും ഇല്ല എന്നാണ്. ഇതും ദുരൂഹമാണെന്നാണോ താങ്കളുടെ ആരോപണം? അല്ല, ഞാന് ഉന്നയിച്ച പ്രശ്നം സ്വാഭാവികമായും ഒരു ഗവൺമെന്റ് ആണ് സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചത് ക്ലാരിറ്റിക്ക് വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഇപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യത്തെ ഞാൻ മുഖവിലേക്കെടുക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ ഏത് വ്യക്തിയാണെങ്കിലും പ്രത്യേകിച്ചൊരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത്തരത്തിൽ ലാഭത്തോടുകൂടി നിങ്ങളുടെ ലോ ഓഫീസർമാരുണ്ടല്ലോ എന്ന രൂപത്തിലേക്കല്ലല്ലോ. കോടതി ഈ സെൻകുമാറിനെ സംബന്ധിച്ചിടത്തോളം റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്, വളരെ പരിഗണിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ വളരെ വ്യക്തതയോടുകൂടിയുള്ളതും വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വിധിയും പുറപ്പെടുവിക്കുമ്പോൾ സ്വാഭാവികമായും ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുള്ള വാദഗതിക്ക് ഒരു പരിഹാരം കാണാതെ അത് താഴെ എടുത്തോ മുകളിൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ദുരൂഹതയില്ലേ എന്ന് ന്യായമായി സംശയിക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ. അതിൽ ദുരൂഹത കാണണോ ശ്രീ ആന്റണി രാജു? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് സെൻകുമാറിനെ പോലീസ് മേധാവിയായി തിരികെ നിയമിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയ ഉത്തരവും അതോടൊപ്പം ലോക്നാഥ് ബെഹ്റയെ പോലീസ് മേധാവിയായി നിയമിച്ച ഉത്തരവും അത് ക്യാൻസലായി മാറുകയാണ്. അപ്പോൾ ഇത് സർക്കാരിന് മുന്നിൽ അതിൽ എന്ത് നിയമ തടസ്സമാണ് ഉള്ളത്? സുപ്രീം കോടതി ഉത്തരവനുസരിച്ചാണ് ഇത് സർക്കാർ നടപ്പാക്കുന്നത്, അതാണല്ലോ ഇന്ന് വൈകിട്ട് നടപ്പാക്കിയതും. ഇതിൽ എന്ത് അവ്യക്തതയാണ് സർക്കാരിനുള്ളത്? കോടതി ചോദിച്ച ചോദ്യം കൃത്യം തന്നെയല്ലേ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഇല്ല എന്ന്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് നമ്മുടെ രാജ്യത്തെ സുപ്രീം അതോറിറ്റി. അതിന് മുകളിൽ പിന്നെ ദൈവം തമ്പുരാനല്ല, പിന്നെ ആരുമില്ല. അവരൊക്കെ ആ ജഡ്ജ്മെൻ്റ് ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് എഴുതി വെച്ചാൽ പോലും അത് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ, ഇവിടെ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് മാരാർ സൂചിപ്പിച്ചതുപോലെ 95% കേസുകളിലും കോടതികൾ അത് അംഗീകരിക്കാറില്ല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ GOയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഹെഡ് ഓഫ് പോലീസ് ബ്രാക്കറ്റിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് ആ GOയിലുള്ളത്. അങ്ങനെയാണ് പോസ്റ്റിംഗ് സെൻകുമാറിന്. പക്ഷേ ഇവിടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് 96-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നതിനകത്തെ കൺക്ലൂഷൻ പോർഷനിൽ എന്താണ് എഴുതിയത്? സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ചെറിയൊരു സംശയം വന്നു, ഇതിങ്ങനെയാണല്ലോ ഈ പോസ്റ്റിൻ്റെ പേര്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഹെഡ് ഓഫ് പോലീസ് ബ്രാക്കറ്റിലാണല്ലോ പോലീസ് ചീഫ്. ഒന്നാമത്തെ പേജിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അല്ല, ഒന്നാമത്തെ പേജിലാണ് ഓപ്പറേറ്റിംഗ് പാർട്ടല്ല, അതാണ് ഹർജിയുടെ ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം
നടപ്പിൽ അവർ ജിയോ ഇറക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ ഉത്തരവ് ഇറക്കാൻ സാഹചര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവർക്ക് തോന്നിയാൽ, ഇറക്കുന്ന ആളുകൾക്ക് തോന്നിയാൽ, ആ ഉത്തരവ് ഇറക്കിയ സുപ്രീം കോടതിയോട് ഒന്ന് ചോദിച്ചു പോയാൽ അതൊരു മഹാ അപരാധമാണെന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് കോടതിക്ക് പറയാമായിരുന്നു അത് DGPയും ഇതാണെങ്കിൽ ആ രീതിയിൽ ഇറക്കിയാൽ മതി എന്ന് പറയാം. മറിച്ച് ഒരു ക്ലാരിഫിക്കേഷന് ചെറിയ ആവശ്യമുണ്ട് എന്ന് ഗവൺമെൻറ് തോന്നിയിൽ തെറ്റു പറയാനില്ല. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ സുപ്രീം കോടതി എന്താ ചെയ്തത്? ഈ 1/6/2016 ജിയോ റദ്ദാക്കുന്നു. ജിയോ റദ്ദാക്കുമ്പോൾ ഇവിടെ സെൻകുമാറിൻ്റെയും നമ്മുടെ ബെഹ്റയുടെയും മാത്രമല്ല അതിനകത്തുള്ളത്. ആ ജിയോയിൽ ശങ്കർ റെഡ്ഡി എന്ന് പറയുന്ന DGPയുടെയും ജേക്കബ് തോമസ് എന്ന് പറയുന്ന DGPയുടെയും ഉത്തരവ് കൂടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സെക്രട്ടറിമാർക്ക് അല്ലെങ്കിൽ ഈ ജിയോ ഇറക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു സംശയം വന്നു. ഈ ജിയോ മുഴുവൻ റദ്ദാകുമ്പോൾ ഈ ശങ്കർ റെഡ്ഡിയുടെയും ജേക്കബ് തോമസിൻ്റെയും ഉത്തരവ് കൂടി റദ്ദായി പോകുമോ? അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്ന് ഉത്തരവിറക്കാൻ ബാധ്യതയുള്ള ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയാൽ, അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയാൽ അതൊരു മഹാഭാവമായി പോയി. അതിനിവിടെ വരേണ്ട കാര്യം എന്ന് പറയേണ്ട കാര്യമുണ്ടോ സുപ്രീം കോടതിക്ക്? ആ ക്ലാരിഫിക്കേഷൻ കോടതി കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ ഒന്നുകൂടെ പറയാം, സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം 30/6 റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്ന് അറിയുന്ന സുപ്രീം കോടതിക്ക് ഈ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ 25/4/2017 നടപ്പാക്കണമെന്ന് പറയാൻ ഒരു ഡേറ്റ് നിശ്ചയിക്കാമായിരുന്നു. അതും സുപ്രീം കോടതി ചെയ്തിട്ടില്ല. ഇതിനെല്ലാം മറുപടി സുപ്രീം കോടതിയുടെ ഒരൊറ്റ വാചകമാണ്, ജസ്റ്റിസ് ലോക്കൂറിൻ്റെ ഫയലിംഗ് ദ ആപ്ലിക്കേഷൻ ഇറ്റ്സെൽഫ് പ്രൂവ്സ് ദ അലിഗേഷൻ. ദിസ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഇൻ ഗുഡ് ടേസ്റ്റ്. ഇത് തന്നെയല്ലേ ശ്രീ രഞ്ജിത്ത് മാരാർ ഉണ്ടായത്? ഇപ്പോൾ ഈ ആന്റണി രാജു പറയുന്ന ഈ വാദമുഖങ്ങൾ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ്, പൊതുസമൂഹത്തിനും അങ്ങനെ ബോധ്യപ്പെടും. അതങ്ങനെ തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. ഇതിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ നിങ്ങൾ മനസ്സിലാക്കണം മഞ്ജുഷ്. ഇവർ ഈ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ലീഗൽ ഓഫീസേഴ്സിൻ്റെ നിങ്ങളുടെ ലീഗൽ ഓഫീസേഴ്സിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് എടുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞില്ലേ. അതിൽ ഏറ്റവും ഇത് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഹീസ് റെസ്പോൺസിബിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലുള്ള ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം അദ്ദേഹമല്ലേ. അല്ലാതെ ഈ ഒരു CMന് ആവശ്യമുള്ള രീതിയിൽ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്ന ലീഗൽ ഓഫീസേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. ലീഗൽ ഓഫീസേഴ്സിൻ്റെ പ്രൈം ഡ്യൂട്ടി എങ്ങനെയാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതുപോലെ തട്ടുകേട് വരാതെ സ്ട്രാറ്റജൈസ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും നന്നായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഒപ്പീനിയൻ കൊടുക്കാനും കൂടി പറ്റണം. അവർ റെസ്പോൺസിബിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അല്ലാതെ ഇവരുടെ വിചാരം എന്താണ്, AG കൊടുക്കുന്ന പോലെ AG എന്താ ഇങ്ങനെ ഒപ്പീനിയൻ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, AG കൊടുക്കുന്നത് പോലെ നിങ്ങളും ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിക്ക് അറിയാം. അവർ കോൺസ്റ്റിറ്റ്യൂഷനോ അവർ അബൈഡ് ബൈ അവരുടെ ഓത്തിനാണ്, അബൈഡാണ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പെരുമാറുള്ളൂ. നമ്മുടെ വീട്ടിലെ ജോലിക്കാരൊന്നും അല്ല അവർ. പാർട്ടിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും, CPM പാർട്ടിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, AGയുടെ പൊസിഷൻ പോലും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു AGയുടെ മുകളിൽ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലീഗൽ ഒപ്പീനിയൻ വേണ്ടി ഒരു പോസ്റ്റ് അവർ വന്നു, പിന്നീട് അത് സബ്സിക്വൻ്റ്ലി ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇന്ന് AG എങ്കിലും മനസ്സിലാക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് AGക്ക് ഒരു സുപ്രീം പോസ്റ്റ് ഉണ്ടെന്നും അത് CMന് താഴെയല്ല എന്നും CMൻ്റെ ചോദിക്കുന്ന ഒപ്പീനിയൻ കൊടുക്കാനല്ല AG ഇരിക്കണേ എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. AG പറഞ്ഞു, കറക്റ്റായിട്ട് പറഞ്ഞ് ഗൈഡ് ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയനെ പോലുള്ള ഒരു ലീഡർ ഒരിക്കലും ഇത് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കില്ലായിരുന്നു എന്നുള്ളത് ഞാൻ ഇടപെടുകയാണ്. അതായത് ജസ്റ്റിസ് ലോക്കൂറിന്റെ ആ വാക്കുകൾ തന്നെ AGക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. യു ടേക്ക് ദ അഡ്വൈസ് ഓഫ് യുവർ ലീഗൽ ഓഫീസേഴ്സ് എന്ന ജസ്റ്റിസ് ലോക്കൂറിന്റെ വാചകം. ശ്രീ PC വിശ്വനാഥ്, ദുരൂഹതയുണ്ട് സുപ്രീം കോടതി ഇന്ന് സർക്കാർ അഭിഭാഷകനെ വേണ്ടത്ര കേൾക്കാതെ പോയത് എന്ന രാജു എബ്രഹാമിന്റെ ആരോപണം, അതിനെങ്ങനെ മറുപടി നൽകുന്നു? രാജു എബ്രഹാം ഫോണിലുണ്ടെങ്കിൽ അതിപ്പോൾ മറുപടി തന്നാൽ ക്ലിയർ ആവും എല്ലാവർക്കും. കാരണം ഇത് CPMൻ്റെ അഭിപ്രായമാണെങ്കിൽ ഈ അഭിപ്രായം പിണറായി വിജയൻ പരസ്യമായി പുറത്തു പറയാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഈ വിധി വന്നല്ലോ, ഈ അഭിപ്രായം പറഞ്ഞാൽ മതി, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തിൽ ദുരൂഹതയുണ്ട് എന്ന്. മാത്രമല്ല ഇപ്പോൾ വാർത്തയിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പിട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ അഭിപ്രായം ഇതാണ്, ഇപ്പോൾ ചാനലിൽ വന്ന് അദ്ദേഹം വക്താവ് പറഞ്ഞത് ഇതാണെങ്കിൽ ഇപ്പോൾ 9-ാം തീയതി സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഈ അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ. പ്രൈമ ഫേസി കണ്ടംപ്റ്റിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പിന്നെ കണ്ടംപ്റ്റിൻ്റെ കാര്യം വെച്ചിരിക്കുകയാണ്. ശ്രീ ആന്റണി രാജു നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ക്ലാരിഫിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ആദ്യം എടുത്ത് ദൂരെ കളഞ്ഞത്. മറ്റേത് പ്രൈമ ഫേസി ബോധ്യപ്പെട്ട്, അതായത് 12 ദിവസമായി ഇത് വെച്ച് വൈകിപ്പിക്കുന്നത്
ഈ 9-ാം തീയതി കോടതി അടച്ചിട്ട് ഇനി 4-ാം തീയതി തുറക്കുന്നത് കൊണ്ട് 30-ാം തീയതി കാലാവധി തീരുന്ന ഉദ്യോഗസ്ഥനെ തീർക്കാനുള്ള ഹീനബുദ്ധിയാണെന്ന് മനസ്സിലാക്കിയ കോടതി അതുകൊണ്ടാണ് ഇത് കണ്ടംപ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9-ാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നതിനകത്തേക്ക് ഇതേ അഭിപ്രായം പോയി പറഞ്ഞാൽ മതി, ഇത് ദുരൂഹമാണ് എന്ന് പറഞ്ഞാൽ മതി. അത് പറയാനുള്ള തൻ്റെ ഇടം ഈ ഗവൺമെൻറ്റിനുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇന്ന് പറയാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകർ പ്രോസസ്സിലാണെന്നാണ് പറഞ്ഞത്. കോടതി കേട്ട ഭാഗം നടിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രോസസ്സ്?